ശരിക്കും ബിഗ് ബോസിന്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് വീക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ നൂറ അവസാനത്തെ ക്യാപ്റ്റൻ എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ഇനി അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ കൂടി ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അത് അനുമോളായിരിക്കും മിക്കവാറും. കാരണം അനുമോളെ ഉള്ളെന്ന് തോന്നുന്നു. അനുമോൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഇനി ക്യാപ്റ്റൻ ആകാൻ, അല്ലേ? അപ്പോൾ നൂറയുടെ ക്യാപ്റ്റൻസി കുറച്ച് ടഫ് ആകുന്ന ഒരു കാരണമുണ്ട്. അതിലേക്ക് കടക്കാം. അതിന് മുന്നേ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ആ ഒരു ടാസ്ക്, അതായത് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന പണി എന്താന്ന് വെച്ചാൽ, എങ്ങനെയാണ് നെവിനെ കൂടെ നിർത്തുക. നെവിൻ അവിടെ ശോകം അടിച്ചിരിക്കാൻ പാടില്ല. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ വളരെ തന്ത്രപരമായിട്ട് നൂറ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ആലോചിച്ചിട്ട് കൂട്ടുന്നുണ്ട്. പക്ഷേ അതിനു വേണ്ടി ഹെൽപ്പ് എന്നുള്ളോണം ഷാനവാസ് സംസാരിക്കുന്ന കൂട്ടത്തിലെ നൂറ പോയി ഷാനവാസൊക്കെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തഞ്ചത്തിൽ ചോദിക്കുന്നുണ്ട്. അതായത് ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ താൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഷാനവാസൊക്കെ ആയിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യും, ഈ ഒരു രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ, അതായത് എല്ലാവരുടെയും ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് നൂറ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് വളരെ തന്ത്രപരമായിട്ട് നൂറയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ ആരും ശോകമടിച്ചിരിക്കാൻ സമ്മതിക്കരുത്. ശോകമടിച്ചിരിക്കുന്നത് ഇന്നയാളാണ് എന്ന് എടുത്തു പറയാതെ തന്നെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും അത് നെവിനാണ്. പിന്നെ അതുപോലെ തന്നെ അക്ബറും വേറെ കമ്പനിയോ കൂട്ടുകെട്ടോ ഒന്നും ഇല്ലാതെ അക്ബറും അവിടെ മാറിയിരിക്കുകയാണ്. അപ്പം ശോകം അടിച്ചിരിക്കാൻ സമ്മതിക്കരുതെന്ന് എടുത്തു പറയുമ്പോൾ തന്നെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എന്താ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് ഉടനെ ഷാനവാസിന്റെ ഒരു കേസ് പറയാണ്. എനിക്കിപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഈ ഒരു വിഷയത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് എനിക്ക് മുന്നോട്ട് മാറി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ, അതായത് ഇപ്പം താൻ ഈ പറയുന്ന ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അതിനുശേഷം വന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവന്മാരോടൊന്നും പെട്ടെന്ന് അങ്ങനെ ക്ഷമിക്കാനൊന്നും തനിക്ക് പറ്റത്തില്ല, പെട്ടെന്ന് അതങ്ങോട്ട് മറക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല എന്ന രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ എന്നാൽ ആ കൂടി ഇനി ഒരു 13 ദിവസമൊക്കെ ഉള്ളൂ, അത്രയും ദിവസത്തിനകത്ത് നമ്മളിങ്ങനെ എന്താ പറയാ, ഈ 2 ആഴ്ച ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മളിങ്ങനെ ഊഞ്ഞാലി ഇരുന്ന് ആടുക, ശോകമടിച്ചിരിക്കുക, ഇത് അനുവദിക്കരുത് എന്ന രീതിയിൽ പറയുകയാണ്. അപ്പൊ നൂറ അന്നേരം പിന്നെ ചോദിക്കുന്നുണ്ട്, ഷാനവാസൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്തേനെ, ഈ ഒരു ക്യാപ്റ്റൻസിയിൽ ഇത് എങ്ങനെയാണ് കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, കുറച്ച് ഡാൻസ് പാട്ട്, അത് ക്ലിയർ ആയിട്ട് ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതായത് ടോട്ടലി എല്ലാവരും പറയാൻ സാധ്യതയുള്ള, ഗസ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് എന്റർടൈൻമെന്റ്സ് പോലെ പാട്ടോ ഡാൻസ് അങ്ങനെയൊക്കെ ഓരോന്ന് കൊണ്ടുവരാൻ, അങ്ങനെ ഷാനവാസ് അങ്ങനെ ചെയ്യുമോ, ഷാനവാസൊക്കെ അങ്ങനെയാണോ ചെയ്യുക, അതൊക്കെയാണല്ലേ ചെയ്യുക, അത് താനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത് എന്ന രീതിയിലാണ് നൂറ അതവിടെ ഷാനവാസിനോട് പറയുന്നത്. അതിനുശേഷം അവർ തമ്മിലുള്ള ആ കോൺവെർസേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറ പതുക്കെ എഴുന്നേറ്റ് നൈസായിട്ട് ആതിരയുടെ അടുത്ത് വന്നിട്ട് ആതിരയോട് പറയുകയാണ്, ഷാനവാസൊക്കെ അടുത്ത് ഇങ്ങനെ പോയി ഒപ്പീനിയൻ താൻ എടുത്തു എന്ന്. അങ്ങനെ എടുത്തപ്പോൾ എന്താണ് ഷാനവാസൊക്കെ പറഞ്ഞെന്നുള്ളത് അതിൽ ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോഴും നൂറ പറയുന്നത്, ഇതെനക്ക് ആരും അങ്ങനെ ശോകമടിച്ചിരിക്കാൻ പറ്റത്തില്ല, ഈ ഒരു ആഴ്ചയ്ക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അപ്പൊ കുറച്ച് ഡാൻസ് പാട്ട് എന്ന രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്, പിന്നെ നമ്മളെല്ലാവരുടെയും ഒപ്പീനിയൻ ഒക്കെ എടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് നൂറ അത് പറയുകയാണ്. പക്ഷെ ഈ സമയം കിച്ചൺ ടീം ആക്റ്റീവ് ആണ്. കാരണം അനുമോൾ അവിടെ മറ്റേ തേങ്ങയൊക്കെ തിരികുന്നുണ്ട് സാബുമാനെ കൊണ്ട്. എന്നിട്ട് ആദിലെ അടുത്ത് വന്നിട്ട് തേങ്ങ തിരികാൻ പറയുന്നുണ്ട്. അനീഷുമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിച്ചൺ വീണ്ടും ആക്റ്റീവ് ആക്കി. അവർ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇതേ സമയം അക്ബറും നെവിനും ഭയങ്കരമായിട്ട് ശോകം അടിച്ച് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കൂടെ നെവിൻ പറയുന്നുണ്ട്, അക്ബറിനോട് പറയുന്നുണ്ട്, അക്ബർ സംസാരിക്കാൻ വരുമ്പോഴൊക്കെ നെവിൻ പറയുന്നുണ്ട്, ഇങ്ങനെ സംസാരിക്കാൻ താല്പര്യമൊന്നും ഇല്ല, എന്നോട് സംസാരിക്കേണ്ട എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു ശോകം അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ നെവിൻ കംപ്ലീറ്റ്ലി കാണിക്കുന്നുണ്ട്. ഇനി ഒരു സെന്റിമെന്റൽ വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ, അതോ പണപ്പെട്ടിയൊന്നും എടുത്തോണ്ട് പോകാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് നമ്മൾ പ്രൊമോയിൽ കണ്ടിരുന്നു. അതിന് എന്താണ്, എന്തിലേക്കാണ് എത്തിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. സോ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ കൂടുതൽ വിശേഷങ്ങൾക്ക് കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.